നമസ്കാരം, ഞാൻ ജസ്ന സലീം. ഞാൻ പുതിയൊരു ന്യൂസ് കണ്ടു. ഗുരുവായൂർ ദേവസ്വം കലാപാഹ്വാനത്തിന് എൻ്റെ പേരിൽ വീണ്ടും കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അതെന്താ സംഭവം എന്നുള്ളത് ആർക്കും അറിയില്ല. ഞാൻ മനസ്സാ വാച അറിയാത്തൊരു കാര്യത്തിനാണ് ഇപ്പം എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയ സമയത്ത് ഗുരുവായൂരിൽ നടന്ന് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ICG ചാനലുകാർ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുകാർ. അത് ന്യൂസായ സമയത്ത് അവർ തന്നെ ഡിലീറ്റ് ചെയ്താഞ്ഞു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഗുരുവായൂർ ദേവസ്വം കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ന്യൂസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വിഷ്വൽ എന്താണെന്നുള്ളത്, അതിൻ്റെ യഥാർത്ഥ വിഷ്വൽ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം മനസ്സാ വാച അറിയാത്തൊരു കാര്യത്തിനാണ് അവർ എൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരിക്കൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഗുരുവായൂർ പരിസരത്ത് വെച്ചൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ആയതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നതിൽ വിരോധമില്ല, അല്ലേ പ്രശ്നമില്ല എന്ന് ഞാൻ കരുതി. അതും പോരാത്തതിന് ഞാനത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഗുരുവായൂർ സെക്യൂരിറ്റിമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു തെറ്റാണെങ്കിൽ അവർ തന്നെ വിലക്കല്ലോ, അതിനാണല്ലോ സെക്യൂരിറ്റിമാരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരും അത് നോക്കി നിന്ന് അവരും അതിൽ നിന്ന് കേൾക്കുന്നൊരു ഒരു കഷ്ണം വാങ്ങി കഴിച്ചു എന്ന ആ ഒരു കാര്യം ഉണ്ട്. അപ്പോൾ അത് തെറ്റല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്നല്ലാതെ വേറെ ഞാൻ ഗുരുവായൂർ പോകാറുണ്ട്. ഞാൻ ഗുരുവായൂർ പുറത്തുനിന്ന് റോഡുമെന്ന് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നോ അല്ലെ ആ പരിസര നടപ്പന്തലിൽ നിന്നോ ഒന്നും എടുത്തിട്ടില്ല. നടപ്പന്തലിൽ നിന്ന് ഞാൻ എൻ്റെ മകൾക്ക് ഒരു സാധനം മേടിക്കാൻ പോയത് ഞാൻ ഒരു ഷോപ്പിലെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ എടുക്കുകയോ പോസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത തന്നെയാണ് വീണ്ടും നിങ്ങളിങ്ങനെ തെറ്റുകാരി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്നത്. നിങ്ങൾക്ക് എന്താ കാര്യം പറയാനുള്ളത് വെച്ചാൽ ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് നിന്നോട് ഭയങ്കര മാബദ്ധം, അതന്നെ പറയുള്ളൂ. എന്തേ കോൾ ചെയ്തിട്ടോ സംസാരിക്കാം? എന്തേ? കാരണം നീ ഭയങ്കര ലുക്കല്ലേ, അപ്പൊ അതുകൊണ്ടാ. ആ പല്ലിങ്ങനെ ചിരിച്ചാണ്ടുള്ള വർത്താണ്ടല്ലോ, അത് കാണാൻ എന്തൊരു രസമാണെന്നറിയോ. ഒരു രക്ഷയില്ല. പറഞ്ഞോ. സോറി, നീ എങ്ങനെയുള്ള ഒരാളല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന ആളല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു? എന്ത് തെറ്റ് പറ്റിപ്പോയി? നിനക്ക് എന്റെ ഏത് ഭാഗമാണ് ഇഷ്ടമായത്? പല്ലും കൂട്ടി ചിരിച്ച് സംസാരിക്കുന്നതോ? എന്നെ എന്റെ കുടുംബം ഒഴിവാക്കിയതിന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ നീ എന്താ ബുദ്ധിമുട്ടുള്ളതായിട്ട് സംസാരിച്ചത്? എടോ, വീട്ടിലൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടോന്ന് ഓക്ക് ചെലവിന് കൊടുത്തത് കൊണ്ട് തന്നെ കാര്യല്ലടോ നിന്നെ പോലുള്ള ചെറ്റകള്. കേട്ടോ? ഈ സോഷ്യൽ മീഡിയയിൽ ഒരു നമ്പർ കാണുമ്പോൾക്ക് ഓളോട് മൊഹബത്താന്നും പറഞ്ഞ് വിളിക്കാൻ ഉളുപ്പുള്ള വാപ്പക്ക് ജനിക്കണടാ. കേട്ടുകോ? നിന്റെ ആ പെണ്ണുങ്ങൾ, ആ വൈഫ് എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. അവക്ക് എന്തുകൊണ്ട് ഓളെ വീട്ടുകാരറിഞ്ഞാ ഓക്കൊരു നാണക്കേടായതുകൊണ്ട്, അല്ലാതെ നിന്നോടുള്ള മൊഹബത്ത് കൊണ്ടൊന്നുമല്ല. ഗതികേട് കൊണ്ടായിരിക്കും ആ കൊച്ചൊക്കെ അവിടെ നിൽക്കുന്നത്. ഇപ്പൊ എന്തേ നിനക്ക് എന്നോട് മൊഹബത്ത് ഇല്ലേ? ഇപ്പൊ നിനക്ക് എന്നോട് വിളിച്ച് സംസാരിക്കണ്ടേ? നിനക്ക് എന്നോട് വിളിച്ചാൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ നിനക്ക് സംസാരിക്കണ്ടേ? നീ പറഞ്ഞത് ഞാൻ മനുഷ്യനല്ല എന്നാണല്ലോ. പിന്നെ എങ്ങനെ നീ എങ്ങനെ മനുഷ്യനായി?
എടാ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ മുമ്പ് തല കുനിച്ച് ഭാര്യയുടെയും മുമ്പ് തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഏതെങ്കിലും ഒരുത്തന് വരുന്നുണ്ടെങ്കിൽ അവനവൻ ഉണ്ടാക്കുന്നതാ. സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് നിന്നെ പോലുള്ള കോഴികൾക്ക് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ ഉപജീവനമാർഗമായിട്ട് എനിക്കൊരു ജോലി ഉള്ളത് കൊണ്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. കേട്ടോ? ഇനി നിനക്ക് പറയാനുള്ളത് നിനക്ക് പറയാനുള്ളത് മുഴുവനോ ഞാനൊന്ന് കേക്കട്ടെ. വിളിച്ച് സംസാരിക്കാൻ നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നാ? നീ വിചാരിച്ചോ അങ്ങ് വളയുന്ന പെണ്ണാ ഞാനെന്ന്? നിന്റെ ഉമ്മാനെയും ഉപ്പാനെയും പോലെയാ എല്ലാ സ്ത്രീകളും നീ വിചാരിച്ചോ? അല്ലെ നിന്റെ ഭാര്യനെ പോലെയാ എല്ലാ സ്ത്രീകളും നീ വിചാരിച്ചോ? എന്താടാ നിനക്കൊക്കെ പൊള്ളുന്നുണ്ട്. പല്ല് അടിച്ചു പിടിച്ചിട്ട് നിക്കണ്ട, സംസാരിക്ക്, തിരിച്ച് മറുപടി താ. ഒരു പ്രാവശ്യം ഇനി അവന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല, പ്ലീസ്. ഹലോ ഗീസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ മോഹൻലാലിന്റെ ഒരു പരസ്യമാണ് ഓർമ്മ വരുന്നത് കേട്ടോ. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ. ശരിക്കും ഇവിടെ അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം വീട്ടിലൊരു വൈഫുണ്ട്, 2 ചെറിയ മക്കളുണ്ട്, ഒക്കെ ഉണ്ടായിട്ടും ജസ്നയുടെ പിന്നാലെ പ്രേമിക്കാൻ ചുറ്റി നടക്കുവാണ് ഇവനൊക്കെ എന്തിന്റെ കേടാണ്? ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെ ചുറ്റി നടക്കുന്നത്? ഇവനിക്കൊക്കെ ഇതല്ല, ഇതിനപ്പുറമുള്ള മറുപടി തന്നെ കൊടുക്കണം. ആ ഒരു വൈഫിനെയും ആ കുഞ്ഞുങ്ങളെയും ഒക്കെ മറന്നിട്ട് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെണ്ണുങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന എല്ലാ അവന്മാർക്കും ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. ഇവൻ ചെയ്ത് ഈ ചെറ്റത്തരത്തിന് അവന്റെ ഭാര്യയാണ് ആ ജസ്നയുടെ കാല് പിടിക്കുന്നത്. ശരിക്കും അത് കേട്ടിട്ട് നമുക്ക് സഹിക്കുന്നില്ല. ഒരു പെണ്ണിനും ഇങ്ങനെയുള്ള ഒരു അനുഭവം വരാതിരിക്കട്ടെ. ഒരിക്കലും ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയത്തില്ല തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന് മെസ്സേജ് അയച്ച് അല്ലെ അങ്ങനെ ഇങ്ങനെ നമ്മളെക്കാൾ സുന്ദരി നമ്മുടെ മറ്റുള്ള പെണ്ണുങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മെസ്സേജ് അയക്കുക എന്ന് പറയുമ്പം അതൊക്കെ കേൾക്കുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും ആ പെൺകുട്ടിയുടെ ഗതികേട് കൊണ്ടായിരിക്കും, ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടായിരിക്കും ഈ ജസ്നയുടെ കാല് പിടിച്ചിട്ട് ആ പെണ്ണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. അതിനിടവരുത്തി അവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? അവനിക്കൊക്കെ ഭാര്യയോട് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അവൻ വിചാരിച്ച് ഞാൻ ആ ഒലിപ്പീര് കേട്ടിട്ട് അവനെ തിരിച്ച് വിളിച്ച് അവനോട് സംസാരിക്കുമെന്ന്. അത് വേറെ പെണ്ണുങ്ങള്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ, എല്ലാരും ഒരേപോലെ ആവില്ലല്ലോ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനല്ല പറ്റൂല, എത്രയാലും ഹസ്ബൻഡ് അല്ലേ പറയുന്നത്. എനിക്കൊരു ലിമിറ്റ് ഇല്ല. ഫോണിലൂടെ നേരിട്ടാകുമ്പോ നമുക്ക് പിന്നെയും പറയാം. ഫോണിലൂടെ അവർ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ മോളോടൊരു കാര്യം പറഞ്ഞത്, എന്റെ അനിയത്തിയാണോ ഏട്ടത്തിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിനക്ക് നല്ല തീരുമാനം എടുക്കാനുള്ള അവസരമുണ്ട്. ഇതിനെ പോലുള്ള ഒരു ചെറ്റയുടെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് മോളെ കൂലിപ്പണി എടുത്ത് ജീവിച്ചോ. മക്കളെ ചിന്തിച്ചിട്ടാണെങ്കിൽ മക്കളെ ഒറ്റക്ക് പോറ്റാൻ ഒരു സ്ത്രീനെ കൊണ്ട് പറ്റും, തീർച്ചയായിട്ടും പറ്റും. നാളെ ഭാവിയിൽ അവര് മതി നിനക്ക് താങ്ങാവാന്. ഇത് പോണത്തെ ഒരു നാറീന എനിക്ക് വന്ന കോൾസ് നീ അതിൽ കണ്ടിക്കല്ലോ. അതിലല്ലാണ്ട് വേറെ ഏതെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? അല്ലാതെ എനിക്ക് നോർമൽ കോളിൽ വരലുണ്ട്, പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഇന്നലെ മാത്രാണോ? അവൻ വിളിക്കുന്ന ഡേറ്റ് തൊട്ടിട്ട് ഞാൻ ചാറ്റിൽ കണ്ടത്. കണ്ട ആൾക്കാരെ തീറിയും പറഞ്ഞിട്ടാക്കി നടക്കാൻ നിനക്കൊരു പെണ്ണനാണ്. നിനക്ക് എങ്ങനെ നിന്റെ വീട്ടുകാർ കഴിക്കുന്നത്? വീട്ടുകാരൊക്കെ ഒഴിവാക്കിയല്ലേ? അപ്പം എന്നെ വീട്ടുകാർ പോയിട്ട് ഒഴിവാക്കിയതാണെന്നും ഉണ്ടാക്കിയതാണെന്നും എന്നോട് പോയി ചത്തൂടെന്നും ഒക്കെയാണ് ഇവൻ പറയുന്നത്. അവന്റെ സ്വഭാവം എന്താ? വോയിസ് കറക്റ്റ് നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ട്, ഞാൻ എല്ലാതും കേട്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും കോണ്ടാക്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭർത്താവിന് ആരെങ്കിലും അവനെന്ന് വിളിക്കോ? ഇത് അവന്റെ ഭാര്യ ഒന്നുമല്ലല്ലോ. അല്ല, ഞാൻ നിങ്ങളോട് പറയുമ്പോ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇക്കാന്ന് വിളിക്കാറ്.
പ്രൂഫാണ് ഇതൊക്കെ നമുക്ക് തരുന്നത്. അത്രയും എല്ലായിടത്തും എനിക്കും വിളിച്ച് ആരെങ്കിലും ഒരാൾ വന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതൊക്കെ വേണമെങ്കിൽ ഈ നമ്പർ ലാസ്റ്റ് എന്നോട് പറഞ്ഞ കേട്ടില്ലേ, ഇത് പോസ്റ്റ് ചെയ്തപ്പോ എന്നോട് പോയി ചത്തൂടെന്ന് ചോദിച്ചാ. ഞാൻ പോയി ചത്താല് എന്റെ മക്കൾക്ക് ഓൻ ചെലവിന് കൊടുക്കുവോ? എനിക്കറിയാം അവന്റെ മിസ്റ്റേക്കാണ്. അവനോട് കുറെ കോൾ ചെയ്തിട്ട് ഞാൻ കുറെ പറഞ്ഞു ഇതെന്ത് പരിപാടിയാണ്. കാരണം ഇത് പബ്ലിക്കിലുള്ള ഒരാളോട് മെസ്സേജ് ചെയ്യുമ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. അത് അതിന് മുന്നേ അവരിട്ടിട്ടുണ്ട് വേറെ ആരൊക്കെ ചാറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഇത്രയും കെയർലെസ് ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊരു സ്വഭാവമാണ് എനിക്ക് നീ പറഞ്ഞത്. അപ്പൊ നിനക്ക് പബ്ലിക് എന്താ പറയാ, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ മെസ്സേജ് അയച്ചത് കൊണ്ട് മാത്രമേ നിനക്ക് പ്രശ്നമുള്ളൂ, അല്ലാതെ നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? സിസ്റ്റർ പറയുന്നത് മനസ്സിലാക്കില്ല. അങ്ങനെ അത്രയും കളിക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചോടുന്നാ പറയുന്നത്. എല്ലാരും കാണൂലേ ഇത് എന്ത് പരിപാടി കാണിക്കുന്നത് കാണണല്ലോ. അതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുമ്പം ഞാൻ കറക്റ്റ് ഞാൻ പറയാറുണ്ട്, ഇവന്മാരൊക്കെ നാട്ടിലുള്ള മാന്യന്മാരായിരിക്കും, നാട്ടിലും വീട്ടിലുള്ള മാന്യന്മാരായിരിക്കും. അവരുടെ മാന്യതയുടെ മുഖം മൂടി ഒന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത്. ആ പോസ്റ്റ് ചെയ്ത പാടക്ക് അവൻ എന്നോട് പോയി ചോദിച്ചത് നിനക്ക് പോയി ചത്തൂടേന്നാ. ഞാൻ അവന്റെ വാപ്പാന്റെ ചെലവിൽ ജീവിക്കുന്നത്, എനിക്ക് പോയി ചത്തൂടേന്ന് ചോദിക്കാൻ? എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ അത്യാവശ്യം പോക്കല്ലാണ്ട് നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാണ്. എനിക്ക് എന്തായാലും നിങ്ങൾക്ക് കുഴപ്പം എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി വലിയ കുഴപ്പം വേറെ ആർക്കെങ്കിലും ഉണ്ടോടോ? സ്വന്തം കെട്ടിയോല് കണ്ട പെണ്ണിനെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണം, നിന്റെ ചിരി എങ്ങനെയാണ്, നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവൻ ഇങ്ങനെയൊക്കെ? പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിന്നോട് പറയാത്ത നാട്ടിലുള്ള ഒരു സ്ത്രീയോട് പറയുമ്പോ നിനക്കൊരു കുഴപ്പമില്ലല്ലേ? കുഴപ്പമുള്ളതുകൊണ്ടല്ലേ ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് എന്നെ അല്ലല്ലോ വിളിക്കണ്ടേ, അവനെ കുത്തിന് പിടിക്കല്ല ചെയ്യണ്ടേ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ നാട്ടിലില്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോ ഇത് എല്ലാരും അറിയുന്നതൊന്നും ഒഴിവാക്കാനല്ലേ എനിക്കിപ്പോ പറ്റുള്ളൂ. ഞാൻ അവനോടല്ലേ പറഞ്ഞേക്ക്, നാട്ടുകാർ അറിയണം, അറിയല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലുള്ള ഒരു വ്യക്തി നിന്റെ കുടുംബത്തിലുണ്ട് എന്ന് നിന്റെ കുടുംബക്കാരും അവന്റെ നാട്ടുകാരും അറിയണ്ടേ? ഇവന്മാരുടെയൊക്കെ വിചാരം എന്താ, വീട്ടിലുള്ളത് ഏതെങ്കിലും മൂലയിൽ ഇരിക്കട്ടെ, തനിക്ക് തന്റെ തോന്നിവാസം പോലെ എനിക്ക് നടക്കാം എന്നുള്ളൊരു ചിന്തയാണോ അവന്മാർക്ക്? പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ജസ്റ്റിന് കാരണമായിരിക്കാം ഇതിപ്പോ പിടിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഇവൻ ഇതുപോലെ പല പെണ്ണുങ്ങളെയും ഇതുപോലെ മെസ്സേജ് അയക്കുകയും മറ്റുള്ള പ്രവൃത്തിയും ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ആർക്കറിയാം. തീർച്ചയായും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇനി അവന്റെ ലൈഫിൽ പോലും ഇനി അവൻ ഇങ്ങനെയൊക്കെ പോവുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് എന്തായാലും അവന് വയറ് നിറച്ച് കിട്ടി, അവന് കിട്ടേണ്ടത് തന്നെയാണിത്.